ഡൽഹി വികാസ്പുരി കേരള സ്കൂളിലെ 9ാം ക്ലാസ്സുകാരി ദിവ്യ സുനിൽ എന്ന മലയാളി പെൺകുട്ടി ഇന്ന് സ്കൂളിലും നാട്ടിലുമൊക്കെ വലിയ താരമാണ്. ഈ 14-കാരി കാണിച്ച അസാമാന്യ ധൈര്യവും മനസാന്നിധ്യവുമാണ് ഇന്ന് ഡൽഹി മലയാളികൾക്കിടയിൽ ഏറ്റവും വലിയ ചർച്ചയായത്. തന്നെ താരമാക്കിയ സംഭവം ദിവ്യ തന്നെ 24 പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ഡൽഹി വികാസ്പുരി കേരള സ്കൂളിലെ ദിവ്യ സുനിൽ 4ാം ക്ലാസ് മുതൽ കരാട്ടെ പഠിക്കുന്നുണ്ട്. ഇത് എന്നെങ്കിലും ഉപയോഗപ്പെടുമെന്ന് നേരത്തെ കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു ആ സംഭവം. ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് അമ്മ എന്നും എന്നെ എടുക്കാൻ വരും ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു 8 മണിയൊക്കെ ആയി കാണും. ഒരു 35-36 വയസ്സുള്ള ഒരു നീളമുള്ളൊരു അങ്കിളായിരുന്നു, ചേട്ടനാണോ എന്ന് പറയാൻ പറ്റില്ല. അയാൾ വന്നു മുമ്പിൽ നിന്ന് അമ്മേൻ്റെ മാലയും കണ്ട് പറിച്ചു. മാല പറിച്ചിട്ട് അമ്മേനെ തള്ളിയിട്ടപ്പോൾ എനിക്കത് ദേഷ്യം വന്നു. അമ്മേനെ തള്ളിയിട്ടത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ആ കള്ളൻ്റെ പുറകെ അങ്ങ് ഓടിപ്പോയി. കുറേ ഓടി ചെന്നപ്പോൾ ആ വീട്ടിൽ കയറിയിട്ട് ആ വീട്ടുകാർ അവനെ ഇറക്കി വിട്ടു. അന്നേരം എനിക്ക് ദേഷ്യം കാരണം ഞാൻ സാറ് പഠിപ്പിച്ച് തന്ന കുറച്ച് കരാട്ടെ ടെക്നിക്സൊക്കെ യൂസ് ചെയ്തു. ഇല്ല, എനിക്ക് മാല നഷ്ടപ്പെട്ടതിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. പക്ഷേ മകള് കള്ളൻ്റെ പുറകെ പോയപ്പോൾ അവർ കള്ളന്മാരിൽ അവരുടെ പ്രതിരോധത്തിന് അവർ രക്ഷപ്പെടാനായിട്ടുള്ള പല ആയുധങ്ങളൊക്കെ കൈ കാണേണ്ടതുണ്ട്. അപ്പം മകളെ എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ള ഒരു ഭയമുണ്ടായിരുന്നു. നൃത്തം പഠിക്കുന്നുണ്ട്, പ്രൊഫഷണലായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്, പിന്നെ സംഗീതം പഠിക്കുന്നുണ്ട്. പെൺകുട്ടികളെ സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കേണ്ട അത്യാവശ്യമുണ്ട്. കരാട്ടയിൽ ചെയ്യുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് അതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി കുറച്ച് ഐക്കഡോ ടെക്നിക്സ്, ഐക്കഡോ എന്ന് പറഞ്ഞാൽ ഗ്രാബിങ്, ത്രോസ്, ക്യാച്ച്, അല്ലെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സുകൾ കരാട്ടയിൽ ഓൾറെഡി ഉണ്ട്. അതിനെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് അവരെ പഠിപ്പിക്കേണ്ട അത്യാവശ്യമുണ്ട്. കുട്ടികളെ സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കുന്നതിലൂടെ കായികക്ഷമത നേടുക മാത്രമല്ല, വേണ്ടി വന്നാൽ തെരുവിൽ കള്ളനെ നേരിടാനും കഴിയും എന്ന് തെളിയിച്ചതിലൂടെ ഡൽഹിയിലെ മലയാളികളുടെ മുഴുവൻ അഭിമാനമായിരിക്കുകയാണ് ദിവ്യ. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. എന്തായാലും ആ 14-കാരിക്ക് നമ്മുടെ ഒരു സല്യൂട്ട്. അവൾ മിടിക്കുകയാണ്. കാരണം നമ്മുടെ പെൺകുട്ടികളെയൊക്കെ തന്നെ ഈ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട്, സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഈ ആയോധന കലകളൊക്കെ പഠിപ്പിക്കണം. കരാട്ടയും ജൂഡോയും ഒക്കെ തന്നെ. കാര്യം ഒരുത്തിൻ്റെ മൂക്കിൻ്റെ പാലത്തിൽ നോക്കി ഒരു ഒറ്റ ഇടിയിടിച്ചാൽ അവൻ തറ വീഴുന്ന രീതിയിലുള്ള ഒരു അഭ്യാസമുറ അവരെ അഭ്യസിപ്പിക്കണം. കാര്യം കാലം അത്ര സുഖകരമായ സമയമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.